ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഗുരുവായൂർ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ 10 ദിവസത്തെ ഉത്സവം നടക്കുക കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത്, ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ടോ. രാത്രിയാണ് ആക്ച്വലി പോയത്, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട്. കാരണം 11-11:30 വരെ നമുക്ക് ടെമ്പിൾ ഓപ്പൺ ആട്ടോ, ഉത്സവമായത് കാരണം. അപ്പോൾ ഇവിടെ തിരുവാതിരക്കളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തിരുവാതിരക്കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 70 തിരുവാതിരക്കളി വെച്ചിട്ടാട്ടോ 10 ദിവസം ഈ ഉത്സവത്തിന് നടക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണി 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത രാത്രി, ഇപ്പോൾ ഞാൻ ഈ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു 10-10:30 നേരത്താട്ടോ. അപ്പോഴും ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കണ്ടു. ഒരു 3-4 ഓഡിറ്റോറിയം അവരിതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഉത്സവമായത് കാരണം ഒരു ഓഡിറ്റോറിയത്തിൽ ഫുൾ ടൈം തിരുവാതിരക്കളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം 70 എണ്ണം വെച്ചിട്ടാട്ടോ അവർ നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നടക്കുന്ന ആ ഒരു ശിവേലി പോലത്തത് ഒരു ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് ഒരു ടി വിയിൽ കാണിക്കുന്നതാട്ടോ. ഇത് ഉത്സവത്തിന് മാത്രമാണ് ഇതുണ്ടാവുക. ഇത് പഴുക്ക മണ്ഡപത്തിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കുക എന്നാട്ടോ പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അമ്പലം ചുറ്റും ഫുള്ളായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കാരണം എപ്പോഴും ഉത്സവ സമയത്ത് നല്ല രസമാട്ടോ അമ്പലം കാണാൻ. കാരണം ചുറ്റും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും അത്രയും തിരക്കായിരിക്കും. നോർമലി ഇതൊരു എക്സാം സീസൺ ആയിരിക്കും ഈ മാർച്ച് മന്ത്. പക്ഷെ എന്നാലും ദൂരെ നിന്നൊക്കെ അത്രയും ആൾക്കാരാട്ടോ വരിക. രാത്രിയാണെങ്കിലും രാവിലെ മുതൽ ഭയങ്കര തിരക്കാണ്. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഒരു നടയാണ്. എന്ന് വെച്ചാൽ ഒരറ്റം തൊട്ട് വേറൊരറ്റം വരെ ഫുള്ളിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആട്ടോ അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇത് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒരു നാടകം പോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊരു ഓഡിറ്റോറിയത്തിൽ പൂന്താനത്തിൻ്റെ ബേസ് ചെയ്തിട്ടൊരു നാടകം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു 2 മിനിറ്റ് നിന്നു. പക്ഷെ എനിക്ക് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ ജസ്റ്റ് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ആ നാടകം കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ 2 മിനിറ്റ് പേരിന് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഇങ്ങനെ കണ്ടോ, ഓരോ ഭാഗത്ത് ഇതുപോലെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഗണപതിയുടെയും അങ്ങനെ ഓരോ പ്രതിമകളും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗണപതിയുടെ അമ്പലത്തിൻ്റെ അടുത്താട്ടോ ഈ ഒരു ഇത് ഉണ്ടാക്കി വെച്ചുള്ളത്. പിന്നെ ഇതൊരു നടയാണ്. ആ നടയുടെ കണ്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് മൂടത്തെ. ഇത് ഓരോ കൊല്ലും ഓരോ പോലെയാണ്. ഓരോ നടയിലും ഇതുപോലെ ഓരോ ഇതിലാട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയുള്ളത്. എല്ലാ കൊല്ലം ഇതുപോലെയാണ്. ഒന്നിൽ ഡിഫറെൻ്റ് ആയിട്ടാട്ടോ വേറൊരു നടയിൽ ചെയ്യേണ്ടാവുക. ഇത് വേറൊരു നടയിലാണ്. ഇതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. കാരണം ഇത് കണ്ടോ, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു നടയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അതെല്ലാം നടകളെല്ലാം ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതു കഴിഞ്ഞിട്ട് ജസ്റ്റ് നടകളുടെ ഒക്കെ ചുറ്റും ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇത് വേറൊരു നടയിലാട്ടോ ഇതുപോലത്തെ ഉള്ള ഓരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും. അങ്ങനെ കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ചെറുതായിട്ടൊരു മഴ ജസ്റ്റ് ഒന്ന് ചാറിയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞതും പിന്നെ അങ്ങ് നിന്നു കേട്ടോ മഴ. കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല. വരുന്ന എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, സെൽഫീസ് എടുക്കുക ഇതാട്ടോ. കാരണം അത്രയും നല്ല ഭംഗിയാണ് കാണാൻ അമ്പലം ചുറ്റും. ഇന്ന് ആക്ച്വലി 7th ഡേ ആട്ടോ ഉത്സവം തുടങ്ങിയിട്ട്. 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവത്തിന് അമ്പലത്തിൽ ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കും രാവിലെയും രാത്രിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്കാർ. വെള്ളരിക്കയും കായയും അങ്ങനെ മോരുകറിക്കും കറികൾക്കൊക്കെ വേണ്ടിയിട്ട് രാത്രി അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഇതുപോലെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, നാളത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചെയ്യാനും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. കാരണം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇല തുടച്ച് വയ്ക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്.
അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെയും കൂടെ ഫോട്ടോ ഇത് ഫേസ് വരണേ, മുഖം വരുന്നേ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ എടുക്കുന്ന ആ ചേട്ടൻ ചീത്ത വിളിക്കും. പക്ഷേ ചേട്ടൻ പറഞ്ഞില്ല, ഞങ്ങളുടെയും കൂടെ മുഖം വരണം എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. ഇത് കണ്ടോ, കുറേ ചക്ക കൂട്ടിയിട്ടിട്ടുണ്ട്. ചക്ക പുഴുക്കിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡാട്ടോ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പോർഷനെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതെനിക്ക് അത്യാവശ്യം ആൾക്കാരുള്ളത് കാരണം ചെറിയൊരു ഭാഗത്ത് നിന്നിട്ടാട്ടോ, ഒരു സൈഡ് നിന്നിട്ടാട്ടോ ഞാൻ ഇതിൻ്റെത് എടുത്തത്. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 11 o'clock ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.